സിറിയയിൽ അമേരിക്കൻ വ്യോമാക്രമണം. സിറിയയിൽ അമേരിക്കൻ സൈനികർക്ക് നേരെ നടന്ന ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകി US സേന. അൽ-ഖ്വയ്ദയുമായി ബന്ധമുള്ള മുതിർന്ന ഭീകര നേതാവ് ബിലാൽ ഹസൻ അൽ-ജാസിമിനെ വധിച്ചതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച ഓപ്പറേഷൻ ഹോക്ക് ഐ സ്ട്രൈക്കിന്റെ ഭാഗമായാണ് ഈ നടപടി. കഴിഞ്ഞ ഡിസംബറിൽ സിറിയയിലെ പാൽമിറയിൽ 2 അമേരിക്കൻ സൈനികരുടെയും ഒരു വിവർത്തകന്റെയും മരണത്തിനിടയാക്കിയ IS ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചയാളാണ് കൊല്ലപ്പെട്ട ജാസിം. സിറിയയിൽ അമേരിക്കയുടെ തിരിച്ചടി. ഓപ്പറേഷൻ ഹോക്കൈ സ്ട്രൈക്കിലൂടെ അൽ-ഖ്വയ്ദ നേതാവ് ബിലാൽ ഹസൻ അൽ-ജാസിമിനെ വധിച്ച് US സേന. വടക്ക് പടിഞ്ഞാറൻ സിറിയയിൽ ഒളിച്ചിരിക്കുകയായിരുന്ന ബിലാൽ ഹസൻ അൽ-ജാസിമിനെ ലക്ഷ്യമിട്ടാണ് അമേരിക്കൻ സേന ആക്രമണം നടത്തിയത്. അൽ-ഖ്വയ്ദയുടെ പ്രധാന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്ന ഇയാൾക്ക് IS ഭീകരരുമായും അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഡിസംബർ 13 പാൽമിറയിൽ അമേരിക്കൻ സംഘത്തിന് നേരെയുണ്ടായ വെടിവെപ്പിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് ഇയാളെന്ന് പെന്റഗൺ സ്ഥിരീകരിച്ചു. ഡിസംബറിൽ സിറിയയിലെ പാൽമിറയിൽ 2 അമേരിക്കൻ സൈനികരുടെയും ഒരു വിവർത്തകന്റെയും മരണത്തിനിടയാക്കിയ IS ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചയാളാണ് കൊല്ലപ്പെട്ട ജാസിം. ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച ഓപ്പറേഷൻ ഹോക്കൈ സ്ട്രൈക്കിന്റെ ഭാഗമായാണ് ഈ നടപടി. അമേരിക്കൻ പൗരന്മാരെയും സൈനികരെയും ആക്രമിക്കുന്നവർക്ക് സുരക്ഷിതമായ ഒരിടവും ലോകത്തുണ്ടാകില്ലെന്ന് US സെൻട്രൽ കമാൻഡ് കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 100-ലധികം IS താവളങ്ങളാണ് സിറിയയിൽ അമേരിക്ക തകർത്തത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.